യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഈ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കുടവേറ് കുറയുമോ? എക്സസൈസ് അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും? കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾ ഈ ഒരു ഇത് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റും കുറയും, ഒപ്പം തന്നെ കുടവേറും കുറയും. പലപ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുടവേറിനുള്ള മരുന്നുണ്ടോ ഡോക്ടറെ? അങ്ങനെ മരുന്ന് കഴിച്ചാൽ കുറയ്ക്കാൻ പറ്റുന്നതാണോ കുടവേറ്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടവേറ്. ശരിക്കും യൂട്യൂബിലൊക്കെ അബ്ഡോമിനൽ എക്സസൈസ്, കുടവേറ് കുറയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന അബ്ഡോമിനൽ എക്സസൈസ് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്താൽ കുറയ്ക്കാൻ പറ്റുന്നതാണോ കുടവേറ്? അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ എക്സസൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിച്ച് കുടവേറ് കുറയ്ക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ എന്താണ് കുടവേറ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, എങ്ങനെ നമുക്ക് ഇതിനെ കുറയ്ക്കാം? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്താണ് ബെല്ലി ഫാറ്റ്? ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ ഏരിയ, വയറിന്റെ ഭാഗത്തായിട്ട് കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടുകയും അതിന്റെ ഭാഗമായിട്ട് വയർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് വലുതാവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പൊതുവെ കുടവേറ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്ന ഭക്ഷണത്തിലൂടെയാണ്. പക്ഷെ ദൈനംദിന ആവശ്യത്തിൽ കൂടുതൽ ഊർജ്ജം ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് വന്നാൽ ബോഡി ആ ഊർജ്ജത്തിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അബ്ഡോമിനൽ ഏരിയ. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ കുടവേറ് ഉണ്ടാകുന്നത്. അപ്പൊ കുടവേറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈ കാലറി ഇൻടേക്കും ലോ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോർമോണൽ വേരിയേഷൻ. പ്രത്യേകിച്ച് മെനോപോസിന് അടുത്തുള്ള സ്ത്രീകളിൽ ഹോർമോണൽ വേരിയേഷന്റെ ഫലമായിട്ട് കൂടുതൽ ഫാറ്റ് അബ്ഡോമിനിൽ, മറ്റ് സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ഫാറ്റ് അബ്ഡോമിനിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ മെനോപോസിന്റെ സമയമാകുമ്പോൾ സ്ത്രീകളിൽ ഒരു കുടവേറ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ മസിൽസ് വീക്ക് ആവുന്നു. പ്രായമാകും തോറും അബ്ഡോമിനൽ മസിൽസ് വീക്ക് ആവുകയും അങ്ങനെ മസിൽസ് ഈ ഒരു ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം കുറച്ച് ലൂസ് ആവുന്നതിന്റെ ഫലം, കുറച്ച് വീക്ക് ആവുന്നതിന്റെ ഫലമായിട്ട് അബ്ഡോമിൻ കുറച്ച് വലുതാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ ഉപയോഗം, മദ്യപാനം തന്നെയാണ്. മദ്യപാനം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലിവർ ഫംഗ്ഷൻ, ലിവർ മെറ്റബോളിസത്തിനെ ബാധിക്കുകയും വിസറൽ ഫാറ്റ്, അതായത് ഫാറ്റ് ലിവർ അടക്കമുള്ള വിസറൽ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണമാവുകയും അങ്ങനെ കുടവേറ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2 തരത്തിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് കുടവേറ് ഉണ്ടാക്കാൻ കാരണമാകുന്നത്. ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഡെപ്പോസിറ്റും, രണ്ടാമത്തെ വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റും. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്വക്കിന്റെ അടിയിൽ വന്ന് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. രണ്ടാമത് വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ മുകളിൽ വരുന്ന ഫാറ്റിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫാറ്റ് ലിവർ ആണെങ്കിലും നമ്മുടെ കുടലിന്റെ മുകളിലും അത് സ്റ്റൊമക്കിന്റെ മുകളിലൊക്കെ ആയിട്ട് ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടും. ശരിക്കും പറഞ്ഞാൽ വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് കൂടുതൽ പ്രശ്നക്കാരൻ. അതായത് വിസറൽ ഫാറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നമുക്കൊരു കുടവേറുണ്ട്, ഈ കുടവേറ് അബ്ഡോമിനൽ ഫാറ്റ്, വിസറൽ ഫാറ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ വയറിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ പുറത്ത് സ്കിന്നിൽ നമ്മളിങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു മാസമായിട്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കുടവേറുള്ള മറ്റൊരു വ്യക്തി നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത്ര കണ്ട് കിട്ടുന്നില്ല, കുറച്ചേ നമുക്ക് പിടിച്ച് കിട്ടുന്നുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് കുടവേറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കുടവേറ് ആന്തരികമായിട്ടുള്ള വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ നമുക്ക് കുടവേറ് കുറയ്ക്കാനായിട്ട് സാധിക്കും? എന്തെങ്കിലും മരുന്ന് കഴിച്ച് കുറയ്ക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ കുടവേറ് കുറയ്ക്കാനായിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല കുടവേറ് കുറയ്ക്കാനായിട്ട്. കുടവേറ് കുറയ്ക്കാനായിട്ട് കൃത്യമായി തന്നെ അതിന്റെ കാരണങ്ങളെ മനസ്സിലാക്കി അതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹൈ കാലറി ഇൻടേക്കും ലോ ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പൊ അതിനെ റിവേഴ്സ് ചെയ്യുക, അതായത് നമ്മുടെ എക്സസൈസ് കൂട്ടുക, അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറീസിന്റെ അളവ് കുറയ്ക്കുക. അപ്പൊ ലോ കാലറി ഫുഡിലേക്ക് മാറ്റുക. നമുക്കറിയാം ഹൈ കാലറി ഫുഡ് ഏതൊക്കെയാണ്. നമുക്ക് മധുരം അടങ്ങിയ അരിയാഹാരങ്ങൾ, അതുപോലെ തന്നെ മൈദ, ബേക്കറി പലഹാരങ്ങൾ, ജങ്ക് ഫുഡ്, ഇത്തരം ആഹാരങ്ങൾ നമ്മൾ പരമാവധി കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക. ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ള ദിവസം ഒരു 30+ മിനിറ്റ്സ്, 30 മിനിറ്റിന് മുകളിൽ എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കും, ഡോക്ടറെ എന്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് തന്നെയാണ്. പക്ഷെ സ്വിമ്മിങ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമുക്ക് ചിലപ്പോൾ വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, സൈക്ലിംഗ് ആവാം, ഏതാണെങ്കിലും നമുക്ക് ഒരു 30 മിനിറ്റിന് മുകളിൽ ഒരു മണിക്കൂറിന് അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾ കൺസംഷൻ, മദ്യപാനത്തിന് ശീലം ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാം. പിന്നെ സ്മോക്കിംഗ് ആക്ടിവിറ്റീസ് കുറയ്ക്കാം. അപ്പൊ ആ തരത്തിൽ നമുക്ക്
ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് ഈ അബ്ഡോമിനൽ എക്സസൈസ് ഒരാഴ്ച കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വയർ കുറയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അബ്ഡോമിനൽ എക്സസൈസ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അബ്ഡോമിനൽ എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വയർ കുറയില്ല. അബ്ഡോമിനൽ എക്സസൈസ് തീർച്ചയായിട്ടും മറ്റ് എക്സസൈസ് പോലെ തന്നെ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടും. പക്ഷെ വയറ് കുറയുന്നത് കുടവയർ കുറയാനായിട്ട് മാത്രം അബ്ഡോമിനൽ എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടണമെന്നില്ല. പിന്നെ എപ്പോഴാണ് അബ്ഡോമിനൽ എക്സസൈസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 6 പാക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ വയറിന് നല്ല ഷേപ്പ് ആവണം, അത്തരം ആവശ്യങ്ങൾക്ക്, അതായത് അബ്ഡോമിനൽ മസിൽസ് നല്ല സ്ട്രെങ്ത് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബ്ഡോമിനൽ മസിൽസ് അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, അതായത് അബ്ഡോമിനൽ എക്സസൈസ് ചെയ്യണം. പക്ഷേ ഒരു കുടവയർ കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അബ്ഡോമിനൽ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. മറ്റ് എക്സസൈസ് പോലെ തന്നെ ഒരു പ്രയോജനം കിട്ടുമെന്നേ ഉള്ളൂ. പിന്നെ പലപ്പോഴും ആളുകൾ ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ കുഞ്ഞു കുട്ടിയുണ്ട്, എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്ക് ഈ കുടവയർ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു ടിപ്പ് തന്നെയാണിത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ ഈ ഒരു ഇത് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റും കുറയും, ഒപ്പം തന്നെ കുടവയറും കുറയും. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിഫൈൻഡ് ഷുഗർ കട്ട് ചെയ്യുക. അപ്പോൾ പഞ്ചസാര ചേർന്ന ഒരു ഐറ്റംസ് നിങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ ശർക്കരയും നിങ്ങൾ ഒഴിവാക്കുക. അതേസമയം ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസുകളല്ല, ഹോളായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇറച്ചിയോ മീനോ മുട്ടയോ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ കഴിക്കാറുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുകയും ചെയ്യും. പക്ഷേ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. ഒപ്പം തന്നെ രാത്രി, അതായത് നിങ്ങൾ കഴിക്കുന്ന അത്താഴം നിങ്ങൾ അരി ആഹാരമോ ഗോതമ്പോ കഴിക്കാതെ സലാഡാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കും. പലപ്പോഴും ഞാനിത് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഡോക്ടർ സലാഡ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയൊക്കെ വിശക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സലാഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കുംബറും ക്യാരറ്റ്, ക്യാബേജ്, സവാള ഇതൊക്കെ ചേർത്ത് നമ്മൾ സലാഡ് ഉണ്ടാക്കുമ്പോൾ ഓരോ ദിവസം കൂടി കുറച്ച് പയർ വർഗ്ഗങ്ങൾ കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഒരു ദിവസം നമുക്ക് ചെറുപയർ വേവിച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം കടല, ഗ്രീൻ പീസ്, ആ രീതിയിൽ പയർ വർഗ്ഗങ്ങൾ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ലോ കലോറി ഡയറ്റാണ്, ഹെൽത്തി ഫുഡാണ്, എന്നാൽ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സസൈസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ വണ്ണവും കുറയ്ക്കാൻ പറ്റും, കുടവയറും കുറയ്ക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കുന്ന ചോദ്യമാണ്, കുടവയർ കുറയ്ക്കാനുള്ള മരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആയുർവേദ വിധി പ്രകാരം കുടവയറാണെങ്കിലും അമിതവണ്ണാണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും കഫമേധോ ദോഷത്തിന്റെ വർധനവാണ്. അപ്പൊ കഫത്തെയും മേധസ്സിനെയും കുറയ്ക്കാൻ പറ്റുന്ന ഒരുപാട് മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വരണാതി കഷായം വണ്ണം കുറയാനായിട്ട് മേടിച്ച് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് വീഡിയോ ആരോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിയാക്ഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വരണാതി കഷായം യഥാർത്ഥത്തിൽ കഫത്തിനെയും മേധസ്സിനെയും കുറയ്ക്കുന്നതാണ്, അത് വണ്ണത്തെയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. പക്ഷേ ഈ വരണാതി കഷായത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വരണാതി കഷായം വിശപ്പുണ്ടാക്കും. ഈ വിശപ്പുണ്ടാക്കുമ്പോൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് കൂടി ഒരു ഡോക്ടർ നിർദ്ദേശിച്ച് ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ പ്രയോജനം കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഗുണമാണ് കിട്ടുന്നത്. അപ്പോൾ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ മാത്രമായിട്ട് നിങ്ങളുടെ കുടവയറോ വണ്ണോ കുറയ്ക്കാനായിട്ട് സഹായിക്കില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ഡയറ്റും എക്സസൈസും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് കഴിക്കേണ്ട രീതിയിൽ, കഴിക്കേണ്ട സമയത്തൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കാം. അപ്പോൾ കുടവയറിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.